നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥിനിയെയും അധ്യാപകനെയും ചേർത്ത് വ്യാജ പീഡനാരോപണം നടത്തിയ അധ്യാപികയ്ക്കെതിരെ പോക്സോ കേസ് ചുമത്തി. തിരുവനന്തപുരം കിളിമാനൂരിൽ അധ്യാപകരുടെ കുടിപ്പകയെ തുടർന്നാണ് അധ്യാപിക വിദ്യാർത്ഥിനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയത്. കിളിമാനൂർ രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപികയായ CR ചന്ദ്രലേഖയ്ക്കെതിരെയാണ് കേസെടുത്തത്. കുട്ടിയുടെ മാതാവിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കുകയും ചെയ്തു. സ്കൂളിലെ ഒരു അധ്യാപകൻ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന വ്യാജ പ്രചരണത്തിനാണ് കേസെടുത്തത്. വ്യാജ പരാതി നൽകുകയും വാട്സപ്പിലൂടെ ഇക്കാര്യം പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. +1 വിദ്യാർത്ഥിനി ഗുരുതര അപസ്മാരം പിടിപെട്ട് സ്കൂളിൽ നിന്നും 4 മാസം മാറി നിന്നപ്പോഴായിരുന്നു അധ്യാപകർ തമ്മിലുണ്ടായ ചേരിപ്പോരിന്റെ പേരിൽ കുട്ടിയെ ഇരയാക്കിയത്. നാണക്കേടിലായ വിദ്യാർത്ഥിനി പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പിന്നാലെയാണ് സ്കൂൾ മാനേജ്മെന്റ് പ്രിൻസിപ്പലിനോട് അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചത്. പ്രിൻസിപ്പലിന്റെ അന്വേഷണത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഉള്ളത്. അധ്യാപികയായ CR ചന്ദ്രലേഖ കുട്ടിയെ മറ്റൊരു അധ്യാപകൻ പീഡിപ്പിച്ചുവെന്ന് ആദ്യം വാക്കാൽ വ്യാജ പ്രചരണം നടത്തി. മറ്റ് അധ്യാപകരോട് വിദ്യാർത്ഥിനി പീഡനത്തിനിരയായി എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചു. പെൺകുട്ടി ഗർഭിണിയാണെന്നും വ്യാജ പരാതി പോലീസിൽ ഉൾപ്പെടെ നൽകി. അപവാദ പ്രചരണങ്ങൾ കാരണം കുട്ടി പഠനം ഉപേക്ഷിച്ചു. പെൺകുട്ടിയുടെ പേര് പുറത്തുവിട്ടുകൊണ്ടുള്ള വ്യാജ വാർത്തയുടെ യൂട്യൂബ് ലിങ്ക് അധ്യാപകരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവെച്ചെന്നും കണ്ടെത്തലുണ്ട്. പിന്നാലെയാണ് അധ്യാപികയെ സസ്പെൻഡ് ചെയ്ത് സ്കൂൾ മാനേജ്മെന്റ് ഉത്തരവിറക്കിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അധ്യാപികയ്ക്കെതിരെ പോക്സോ കേസ് ചുമത്തിയിരിക്കുന്നത്.